നോക്കിയേ, നല്ല ഭൂരി പോലെ പൊന്തി വരണ ഒരു ഓംലെറ്റ് ആട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാളയും ഒരു പച്ചമുളകും, നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടാം കേട്ടോ. അത് നല്ല നനന്നനെ ചെറുതാക്കി നൈസായിട്ട് അരിയാം കേട്ടോ. ആ ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. മുട്ടയിലേക്കും ഉള്ളിയിലേക്കുള്ള ഉപ്പ് എത്ര വെച്ചാൽ അതിട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളി നന്നായി ഇളക്കുക കേട്ടോ. എന്നിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഉപ്പ് നന്നായി മിക്സായി എല്ലാവിടെയും എത്തില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉപ്പ് കടിക്കാൻ തുടങ്ങും. അപ്പോൾ ഉള്ളിയിൽ ഉപ്പിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് മാത്രം മുട്ടയെ പൊട്ടിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം മുട്ടയും ഉള്ളിയും പാടെ നന്നായി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ലതുപോലെ അടിക്കണം, നല്ല അടിച്ച് ഉപ്പൊക്കെ അതിൽ യോജിപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള എത്രയും നിങ്ങൾ മുട്ട എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും അതിനനുസരിച്ചിട്ടുള്ള മുളകും എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ പാലാണ് കേട്ടോ. അതായത് പശുവും പാലോ ശകലം ഒഴിച്ചാൽ മതിയേ. ആ പാല് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നല്ലതുപോലെ അടിച്ച് മിക്സ് ചെയ്ത് ഇളക്കുക, നല്ല അടിക്കുക, അടിച്ചടിച്ച് പത വരുത്തുക മിക്സ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് പാന് നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക. അപ്പോൾ ചട്ടി ചൂടാവുന്നൊരു മണം തന്നെ വരും. എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് കലക്കി വെച്ച മുട്ട അതിലേക്ക് ഒഴിക്കാൻ പറ്റൂ. അപ്പോഴേ ഉള്ളൂ നല്ല ഭൂരി പോലെ ഇങ്ങനെ പൊന്തി വരും. നല്ല സോഫ്റ്റായിട്ട് നല്ല മണം കേട്ടോ, നല്ല മണം. കുറച്ച് തേങ്ങ ചൊരവിയതും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഞാനതിന് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇവിടെ തേങ്ങ ചൊരവിയത് അതിൽ മിക്സ് ചെയ്യുന്ന ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നെ പാൻ നല്ല ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. ആ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കലക്കി വെച്ച മുട്ട അതിൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് സിമ്മിലിട്ട് വെക്കുക കേട്ടോ ഗ്യാസും. അതിന് ശേഷം ഇത് ഇളക്കൊന്നും ചെയ്ത് മറിച്ചിടൊന്നും ചെയ്തിട്ടോ. സിമ്മിലിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ അതായത് മുട്ടേൻ്റെ ആംപ്ലേറ്റിൻ്റെ അടിഭാഗം നല്ലതുപോലെ മുരിഞ്ഞ് സോഫ്റ്റായി വരാൻ ഗ്യാസ് സിമ്മിലിട്ട് വെക്കുന്നത്. മുട്ട കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് അതിന് ശേഷം ഒന്ന് മറിച്ചിടുക. ആ മറിച്ചിടുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും. ആ ഒരു മണം ഉണ്ടല്ലോ, നമ്മുടെ വീട്, അടുക്കള, കിച്ചൺ മുഴുവനും ആ മണമായിരിക്കും കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് അടിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നതിലാണ് കേട്ടോ അതിൽ കൂടുതൽ കേട്ടോ. നല്ല ഭൂരി പോലെ പൊന്തി വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവും. നമ്മൾ സാധാ ഫോൺ ക്യാമറയിലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതറിയാത്തത്. അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും ഭൂരി പോലെ ഇങ്ങനെ പൊന്തി വരുന്നത്. പിന്നെ അതിന് മുകളിലേക്ക് നല്ല വെളിച്ചെണ്ണ ലേശം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുട്ടയുടെ മുകളിലേക്ക് മറച്ചിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണം. അതൊരു ബ്രഷ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ പരത്തി കൊടുക്കാം. ഞാൻ ബ്രഷ് എടുക്കാൻ മടിച്ചിട്ടാണ് ആ ചട്ടകം കൊണ്ട് തന്നെ എല്ലാവരുടെയും ഇങ്ങനെ പരത്തി എല്ലാവരുടെയും ഇതാക്കി വെച്ചു കേട്ടോ. അതിനുശേഷം തിരിച്ച് ഒന്നും കൂടി മറിച്ചിടും കേട്ടോ. അതേപോലെ തിരിച്ച് മറിച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടിയും കുറച്ചും കൂടി എണ്ണ തേക്കുക കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭൂരി പോലെ അത് പൊന്തി വരുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ താത്തി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിൾ റെസിപ്പിയാണത്. അപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലേറ്റ് ചോറുന്നുള്ള ഒരു മൂഡ് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.